3 വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. 50 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് റഷ്യയ്ക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. എന്നാൽ ഉക്രൈന് മേൽ റഷ്യ നടത്തുന്ന എന്ത് പ്രവർത്തനങ്ങൾക്കും എന്ത് മുന്നേറ്റത്തിനും നിരുപാധികമായ പിന്തുണ നൽകുമെന്ന് നോർത്ത് കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നോർത്ത് കൊറിയൻ പ്രസിഡന്റായിട്ടുള്ള കിം ജോങ് ഉന്നും തമ്മിൽ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ 3 വർഷം കൊണ്ട് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചെങ്കിലും ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്നതല്ലാതെ എത്ര പേർ കൃത്യമായിട്ട് മരിച്ചു എന്നതിൻ്റെ കണക്ക് ഇതുവരെ പുറത്തു വന്നില്ല. എന്നാൽ കിർസ്ക് മേഖലയിൽ 76,000-ഓളം ഉക്രൈൻ ഭടന്മാർ കൊല്ലപ്പെട്ടു എന്ന വിവരം റഷ്യ ഇതാദ്യമായി പുറത്തുവിടുന്നു. മാത്രമല്ല, മൊത്തത്തിൽ മരിച്ചവരുടെ എണ്ണത്തിൻ്റെ കണക്ക് കൃത്യമായിട്ട് ഉടൻ റഷ്യ പുറത്തുവിടാനിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കണക്ക് വന്നതോടുകൂടി ഉക്രൈനും നാറ്റോ ഉൾപ്പെടെയുള്ള, അതായത് ഉക്രൈനെ സഹായിക്കുന്ന സഖ്യരാജ്യങ്ങളുണ്ട്, ഇവർക്കെല്ലാം തന്നെ ലോകത്തിന് മുന്നിൽ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. അപ്പം ഉക്രൈൻ്റെ ഭാഗവും ഇപ്പോൾ ഏതാണ്ട് റഷ്യയുടെ കൈവശമാണുള്ളത്. ഇതിപ്പോൾ നമുക്കറിയാം, ഈ കിർസ്ക് മേഖല എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഉക്രൈൻ്റെ ഭാഗത്തു നിന്ന് ഉക്രൈൻ കയ്യേറി പിടിച്ചതാണ്. എന്നാൽ ഈ സ്ഥലം തിരിച്ചു പിടിക്കാൻ റഷ്യ വലിയ ആക്രമണമൊക്കെ നടത്തുന്നു. അങ്ങനെ നോർത്ത് കൊറിയൻ സൈന്യത്തെ വരെ അവിടേക്ക് അയച്ചു കൊടുക്കുന്നു. 10,000 പട്ടാളക്കാരെ അയച്ചു കൊടുത്തു എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. എന്തായാലും കഴിഞ്ഞ ഏപ്രിൽ ആയപ്പോഴേക്കും കിർസ്ക് ഉൾപ്പെടെ ഉക്രൈൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇപ്പോൾ റഷ്യ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ റഷ്യയും അതുപോലെ തന്നെ നോർത്ത് കൊറിയയും തമ്മിൽ കഴിഞ്ഞ വർഷം ജൂണിൽ ഒരു സൈനിക കരാർ ഉണ്ടാക്കിയിരുന്നു. ഈ കരാർ അനുസരിച്ച് ഏത് രാജ്യം ആവശ്യപ്പെട്ടാലും അവിടേക്ക് സൈന്യത്തെ അയച്ചു കൊടുക്കാൻ ഇരു രാജ്യങ്ങളും ബാധ്യസ്ഥരാണ്. എന്ന് പറഞ്ഞാൽ നോർത്ത് കൊറിയയുടെ സംരക്ഷണ ചുമതല കൂടി റഷ്യയുടെ ചുമലിലേക്ക് വരുന്നുവെന്നർത്ഥം. എന്തായാലും ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ ശത്രുവായ ഇറാനുമായിട്ട് നോർത്ത് കൊറിയയ്ക്ക് വലിയൊരു ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ റഷ്യയും നോർത്ത് കൊറിയയും തമ്മിലുള്ള സൈനിക കരാർ പോലെ വേണമെങ്കിൽ ഇറാനുമായിട്ടും റഷ്യ ഒരു സൈനിക കരാറിൽ ഒപ്പിട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ ഇറാനിൽ റഷ്യയ്ക്ക് ഒരു സൈനിക താവളം കിട്ടും. ഇത് സംഭവിച്ചാൽ അമേരിക്കയ്ക്കോ ഡൊണാൾഡ് ട്രംപിനോ പിന്നീട് ഇറാനെ ആക്രമിക്കുക എന്നത് സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ ചേരിക്കൊപ്പം ചൈന കൂടി എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, അമേരിക്ക ഒരു പരിധിയിലപ്പുറം പാകിസ്ഥാനെ പ്രീണിപ്പിക്കുന്ന നടപടി തുടർന്നാൽ ഇന്ത്യയും ആ ചേരിയുടെ ഭാഗമാകും. അങ്ങനെയാണെങ്കിൽ ഇത്ര കാലം ലോകത്തെ അടക്കി ഭരിച്ചിരുന്ന അമേരിക്കൻ ചേരിയുടെ അവസാനത്തിൻ്റെ തുടക്കമാകും ഇതെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളും കരുതുന്നത്. ഇത് വളരെ ഗൗരവത്തോടുകൂടി ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, മറ്റ് യൂറോപ്യൻ കൺട്രീസ് ഒക്കെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്തിനപ്പം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിട്ട് പറയുന്നു, അമേരിക്ക ഈ നിലപാടുകളിൽ നിന്ന് പിന്മാറണം, അനാവശ്യമായ ഇടപെടലുകൾ അമേരിക്ക നടത്തരുത്. അപ്പോൾ ഈ രാജ്യങ്ങൾക്കൊന്നും തന്നെ ഈ റഷ്യയുടെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ ചേരി വരുന്നതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മാത്രമല്ല, അങ്ങനെ ഒരു ചേരി വന്നാൽ അറബ് രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങളെല്ലാം തന്നെ ഇവരുടെ ഭാഗത്തേക്ക് പോകും. എന്ന് പറഞ്ഞാൽ അമേരിക്കയെ കൈവിടും. നിലവിൽ നമുക്കറിയാം, റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ നേതൃത്വം നൽകുന്ന ബ്രിക്സിൽ പങ്കാളികളാകാൻ കൂടുതൽ അറബ് രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങളൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ചേരി ലോകത്ത് രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ചേരിക്കും പിന്നീട് ലോകത്ത് നിലനിൽക്കാൻ പോലും കഴിയില്ല. ഇപ്പോൾ ഏതാനും ദിവസം മുമ്പാണ് ജപ്പാനും അമേരിക്കയും ചേർന്ന് കൊറിയൻ വ്യോമ മേഖലയിൽ ഒരു വ്യോമാഭ്യാസ പ്രകടനം നടത്തി. ഈ വ്യോമാഭ്യാസ പ്രകടനം നോർത്ത് കൊറിയയ്ക്ക് പ്രാദേശികമായ ഭീഷണി ഉയർത്തുമെന്ന് കിം ജോങ് ഉൻ കൃത്യമായി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഉണ്ടാകുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പം നോർത്ത് കൊറിയൻ സൈന്യത്തെ വളരെയധികം അഭിനന്ദിക്കുന്നുണ്ട്. കാരണം ഈ കിർസ്ക് മേഖല പിടിച്ചെടുക്കാൻ വേണ്ടി തങ്ങളുടെ രക്തവും ജീവനും ഒക്കെ പണയപ്പെടുത്തിക്കൊണ്ട് ഉക്രൈൻ കീഴടക്കാൻ, അല്ലെങ്കിൽ ഉക്രൈൻ്റെ പ്രദേശങ്ങളൊക്കെ തന്നെ പിടിച്ചെടുക്കാൻ റഷ്യയെ സഹായിച്ച ഈ നോർത്ത് കൊറിയൻ ആർമിക്ക് ഏതാണ്ട് പിന്തുണ നൽകുന്നു എന്ന രീതിയിലാണ് പറഞ്ഞത്. മാത്രമല്ല, അവരെ ഏൽപ്പിച്ച ദൗത്യം വളരെ കൃത്യമായിട്ട് വെടിപ്പായിട്ട് നിർവഹിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പുടിൻ അഭിനന്ദിക്കുന്നത്. മാത്രമല്ല, ഇപ്പം ഈ റഷ്യയുടെ വിദേശകാര്യമന്ത്രിയുണ്ട് സെർജി ലാവ്റോവ് നോർത്ത് കൊറിയ സന്ദർശിക്കുന്നു. നോർത്ത് കൊറിയയിലെ പ്രധാനപ്പെട്ട ഹോൺസൺ കൊൽമ റിസോർട്ടിൽ വെച്ച് ഒരു സ്വീകരണം നൽകുന്നു. ഈ സ്വീകരണത്തിൽ കൊറിയൻ വിദേശകാര്യമന്ത്രിയായ ജോസൺ ഗുയി പങ്കെടുത്തു. ഇരുവരും നടത്തിയ കൂടിക്കാഴ്ചയിൽ നോർത്ത് കൊറിയൻ ആർമി നൽകിയ സേവനങ്ങളെ വളരെയധികം പിന്തുണച്ചുകൊണ്ടാണ് സെർജി ലാവ്റോവ് സംസാരിച്ചത്. അതായത് നിങ്ങളുടെ
പിന്തുണ ഞങ്ങൾക്ക് വളരെയധികം ഗുണപ്പെട്ടു. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും പിന്നീട് അടുത്ത ദിവസം തന്നെ കിം ജോങ് ഉൻ നേരിട്ട് സെർജി ലാവ്റോവുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ ഇവരുടെ പഴയ സൈനിക കരാറൊക്കെ തന്നെ ഇവർ ഓർമ്മിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, കൊറിയൻ പീപ്പിൾസ് ആർമിയിലെ കൂടുതൽ സൈനികരെ റഷ്യയുടെ ആവശ്യത്തിനനുസരിച്ച് അയച്ചു കൊടുക്കാൻ നോർത്ത് കൊറിയ തയ്യാറാണ്. അത് ഏത് നിമിഷവും ഉണ്ടാകും. അപ്പോൾ രാജ്യത്തിൻ്റെ കിഴക്കൻ തീരത്ത് പുതുതായിട്ട് നിർമ്മിച്ച ഒരു റിസോർട്ടിൽ വെച്ച് കിം ജോങ് ഉൻ സെർജി ലാവ്റോവ് എന്ന് പറയുന്ന റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. എല്ലാ പിന്തുണയും നൽകുമെന്ന് പറയുന്നു. നേരത്തെ ഈ പറയുന്ന നോർത്ത് കൊറിയ ധാരാളം സൈനിക ഉപകരണങ്ങൾ അതുപോലെ തന്നെ യുദ്ധോപകരണങ്ങളൊക്കെ അയച്ചു നൽകി. ഇത് പ്രവർത്തിക്കാൻ എന്ന പേരിൽ ഏതാണ്ട് 11,000-ഓളം നോർത്ത് കൊറിയൻ സൈനികരെയാണ് അയച്ചത്. അങ്ങനെയാണ് ഈ ക്രിസ്ക് മേഖല റഷ്യക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ റഷ്യ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വലിയ ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയ ചെറിയ സൈനിക നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിന് പൂർണ്ണമായ കാരണം കൊറിയൻ പീപ്പിൾസ് ആർമിയുടെ പൂർണ്ണ പിന്തുണയാണെന്ന് പറയുന്നു. ഇപ്പോൾ 25,000 മുതൽ 30,000 വരെയുള്ള നോർത്ത് കൊറിയൻ ആർമിയെ വീണ്ടും റഷ്യയിലേക്ക് അയച്ചു കൊടുക്കാമെന്നാണ് കിം ജോങ് ഉൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആണവായുധങ്ങൾ കയ്യിലുള്ള നോർത്ത് കൊറിയ, അവിടുത്തെ ഒരു അരഭ്രാന്തൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കിം ജോങ് ഉൻ എന്ന് പറയുന്ന ഭരണാധികാരി അമേരിക്ക വളരെയധികം പേടിക്കുന്നതാണ്. അമേരിക്കയ്ക്ക് ഇവരോട് ഏറ്റുമുട്ടാൻ പോലും ധൈര്യമില്ല. അങ്ങനെയുള്ള കിം ജോങ് ഉൻ നേരിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് കൈകോർക്കുന്നു. അതിലേക്ക് ചൈന എത്തിച്ചേരുന്നു, ഇറാൻ്റെ പിന്തുണ വരുന്നു. എന്തിന്? ഇപ്പോൾ ലോകത്തിലെ വൻ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഇന്ത്യയും കൂടി ചേർന്നാൽ റഷ്യൻ ചേരി എന്ന് പറയുന്നത് ഇനി ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഇപ്പോൾ തന്നെ റഷ്യ വീണ്ടും വ്യോമാക്രമണം ഉക്രൈനിൽ കടുപ്പിച്ചു. ഏതാണ്ട് 600ഓളം ആക്രമണങ്ങൾ നടത്തിയെന്നാണ് ഉക്രൈൻ തന്നെ പറയുന്നത്. അതിൽ തന്നെ ഏതാണ്ട് 540ഓളം മിസൈലുകളും 360ഓളം ഡ്രോണുകളും അയച്ചു. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇനി മിസൈലുകളുടെ എണ്ണത്തിലോ ഡ്രോണുകളുടെ എണ്ണത്തിലോ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകും. എന്തായാലും ആക്രമണം നടത്തിയെന്നും കനത്ത ആക്രമണം റഷ്യ തുടരുകയാണെന്ന് ഉക്രൈൻ പറയുകയാണ്. ഇതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് 50 ദിവസത്തിനുള്ളിൽ യുദ്ധം നിർത്തിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ ചെയ്യും. ഈ പറയുമ്പോഴാണ് നോർത്ത് കൊറിയ റഷ്യയുമായിട്ട് കൈകോർത്ത വിവരം പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല, ഈ ക്രിസ്ക് മേഖലയിൽ ഉക്രൈൻ്റെ 76,000 പേർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ നാറ്റോ രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം അവർ നൽകിയ പിന്തുണയിലാണ് ഉക്രൈൻ ഇത്ര കാലവും റഷ്യയെ എതിർത്തത്. ഇനി ഈ മരിച്ചവരുടെ മുഴുവൻ കണക്കും പുറത്തേക്ക് വന്നാൽ ഉക്രൈൻ രാജ്യത്തിന് വലിയ നഷ്ടമുണ്ടാകും, വലിയ നാണക്കേടുണ്ടാകും. മാത്രമല്ല, റഷ്യയിൽ കൊല്ലപ്പെട്ടവരിലേറെയും കൂലിപ്പട്ടാളമാണെന്നും പറയപ്പെടുന്നുണ്ട്. കാരണം വ്ളാഡിമിർ പുടിൻ തൻ്റെ മുഴുവൻ സൈന്യത്തെയും ഉക്രൈനെതിരായിട്ട് ഇതുവരെ വിന്യസിച്ചിട്ടില്ല. അവരുടെ ആവനാഴിയിലുള്ള മുഴുവൻ ആയുധങ്ങളും എടുത്ത് ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് പോലും ഇത്രയും ആൾനാശം ഉക്രൈനിൽ ഉണ്ടായാൽ ഇനി വരും നാളുകളിൽ എത്ര വലിയ നാശനഷ്ടം ഉണ്ടാകും. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കിം ജോങ് ഉന്നും വ്ളാഡിമിർ പുടിനും തമ്മിൽ ബന്ധം ദൃഢമാക്കുന്നതിൻ്റെ ചില സൂചനകൾ പുറത്തു വരുന്നത്. വീണ്ടും 25,000 മുതൽ 30,000 വരെ നോർത്ത് കൊറിയൻ ആർമിയെ അങ്ങോട്ടേക്ക് അയക്കുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഉക്രൈനെ പൂർണ്ണമായിട്ടും റഷ്യ പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയായിരിക്കും മുന്നിൽ വരിക. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് 50 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഒരു ഭീഷണി നൽകിയിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ച് കാണിച്ചു തരാം എന്നാണ് വ്ളാഡിമിർ പുടിനും അതുപോലെ കിം ജോങ് ഉന്നും ചേർന്ന് നടത്തുന്ന ചില ആസൂത്രണങ്ങളിലൂടെ പുറത്തു വരുന്ന സൂചനകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.